തിരുവനന്തപുരത്ത് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണു 5 പേർക്ക് പരിക്ക്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോട്ടൽ ന്യൂസിലേക്ക് സ്വാഗതം. വെമ്പായത്ത് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ കുട്ടികളടക്കം 5 പേർക്ക് പരിക്ക്. ഗുരുതരമാണെന്നാണ് സൂചന. 4 പേരെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഒരാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. നാഗർകോവിൽ സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്കാണ് അപകടം സംഭവിച്ചത്. മാലിനി, ശ്യാം ഡാനിയൽ, റോസ്, മനോരഥി, സീമണി എന്നിവർക്കാണ് പരിക്കേറ്റത്. കർണാടക മുഖ്യമന്ത്രി പദം രാജിവെച്ച കെ സിദ്ധരാമയ്യ. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് ഇല്ലാത്തതിനാൽ ലോക്ഭവനിലെത്തി ഗവർണറുടെ സെക്രട്ടറിക്ക് കത്തു നൽകി. ഹൈക്കമാൻഡിനെ അനുസരിക്കുമെന്ന് സിദ്ധരാമയ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവർണർ വ്യക്തിപരമായ ആവശ്യത്തിനായി ഇൻഡോറിലേക്ക് പോയതായാണ് ലോക്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചത്. രാവിലെ രാജിവെക്കുകയാണെന്ന് മന്ത്രിസഭാംഗങ്ങളെ അദ്ദേഹം നേരിട്ട് അറിയിച്ചിരുന്നു. വസതിയിൽ ഒരുക്കിയ പ്രഭാത ഭക്ഷണ വിരുന്നിനിടെയാണ് പ്രഖ്യാപനം നടത്തിയത്. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വസതിയിൽ എത്തിയിരുന്നു. ഡി കെ ശിവകുമാർ പുതിയ മുഖ്യമന്ത്രിയാകും. കേരളത്തിൽ ഇന്ന് 8 ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഞായറാഴ്ച വരെ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പെരുമ്പാവൂരിൽ പരസ്യ ചിത്രീകരണത്തിനെത്തിയ മോഡൽ മുങ്ങി മരിച്ചു. ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി ദിയാൻഷു ജോഷിയാണ് മരിച്ചത്. പാറമടയിലെ വെള്ളക്കെട്ടിൽ നീന്താൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തുണിമില്ലിന്റെ പരസ്യ ചിത്രീകരണത്തിനാണ് പെരുമ്പാവൂരിലെത്തിയത്. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇതിനു മുമ്പും ഇതേ പാറമടയിൽ യുവാക്കൾ മരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് പാറമടയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു. ഗംഗാ നദിയിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ 2 മരണം. വ്യാഴാഴ്ച പാട്ന ജില്ലയിലെ ഉമാനാഥ് ഗംഗാഘട്ടിലാണ് സംഭവം. ഒട്ടേറെ പേരെ കാണാതായി. മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് സൂചന. ശക്തമായ കാറ്റിനെ തുടർന്നാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. ബോട്ടിൽ 14 പേരുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സമീപവാസികളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപകടത്തിൽപ്പെട്ടവരിൽ ചിലരെ ഇവർ രക്ഷപ്പെടുത്തി. അമ്മ എക്സിക്യൂട്ടീവ് അംഗമായ ടിനി ടോമിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നടി ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ ഉന്നയിച്ച പരാതി നിഷ്പക്ഷമായി കേൾക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നടി അൻസിബ ഹസൻ. അൻസിബയുടെ ആരോപണങ്ങളെ തുടർന്ന് സംഘടനയിൽ വലിയ പൊട്ടിത്തെറികളും ചേരിതിരിവും ഉണ്ടായ പശ്ചാത്തലത്തിൽ അവരുടെ വാദം കേൾക്കുന്നതിനായി അമ്മ ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെയുള്ള തീയതികളിൽ നേരിട്ട് അമ്മ ഓഫീസിലെത്തി തെളിവുകൾ സഹിതം ഹാജരാക്കാനായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നിർദ്ദേശം. ഇതിന് മറുപടിയായി അയച്ച ഇമെയിലാണ് അൻസിബ തന്റെ നിലപാടുകളും നിബന്ധനകളും വ്യക്തമാക്കിയത്. നടി ട്വിഷ ശർമ്മയുടെ മരണത്തിൽ അവരുടെ ഭർത്തൃമാതാവും മുൻ ജഡ്ജിയുമായ ഗിരിപാല സിംഗിനെ വ്യാഴാഴ്ച CBI അറസ്റ്റ് ചെയ്തു. ഭോപ്പാലിലെ ഭർതൃഗൃഹത്തിൽ ട്വിഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് ദിവസങ്ങൾക്കു ശേഷമാണ് അറസ്റ്റ്. CBI സംഘം ഭോപ്പാലിലെ ഇവരുടെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മധ്യപ്രദേശ് ഹൈക്കോടതി ഗിരിപാലയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് ഇവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സൗദി ജയിലിൽ കഴിഞ്ഞിരുന്ന 18 വർഷത്തോളം നാട്ടിലെത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നുവെന്ന് അബ്ദുൾ റഹീം. ഇക്കഴിഞ്ഞ 2 വർഷമാണ് പ്രതീക്ഷ വന്നതെന്നും വലിയ മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോയതെന്നും അദ്ദേഹം പറഞ്ഞു. നിസ്സഹായരായ നിരവധി പേർ ജയിലിലുണ്ടെന്നും മലയാളി എന്ന നിലയിൽ പ്രത്യേക പരിഗണന ലഭിച്ചുവെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. 60 പേരായിരുന്നു സെല്ലിൽ ഉണ്ടായിരുന്നത്. മലയാളി എന്ന നിലയിൽ പ്രത്യേക പരിഗണന ലഭിച്ചുവെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. നാട്ടിലെത്താൻ സഹായിച്ചവർക്കും സൗദി കുടുംബത്തിനും സൗദി നിയമ സംവിധാനങ്ങൾക്കും അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു. മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക വഴി സംസ്ഥാന വഖഫ് ബോർഡ് നിയമപരമായ ചുമതലയാണ് നിർവഹിച്ചതെന്നും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ നിയമവിരുദ്ധമാകുമെന്നും മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ CN രാമചന്ദ്രൻ നായർ. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും കോടതി ഉത്തരവ് അനുസരിച്ചാകും ഭൂമിയുടെ അന്തിമ തീരുമാനമെന്നും ജുഡീഷ്യൽ കമ്മീഷൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രി VD സതീശനെ കണ്ട മുനമ്പത്തെ സമരസമിതി നേതാക്കൾ പ്രശ്നപരിഹാരത്തിന് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടു.
ഒമാനെതിരായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ വിമർശിച്ച ഇറാൻ. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അപകടകരമെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വിമർശിച്ചിരിക്കുന്നത്. പ്രാദേശിക സമാധാനത്തിലും സുരക്ഷയിലും എല്ലായ്പ്പോഴും ക്രിയാത്മകവും ഫലപ്രദവും ഉത്തരവാദിത്തമുള്ളതുമായ പങ്ക് വഹിക്കുകയും നയതന്ത്ര പ്രക്രിയകളിൽ ഒരു മധ്യസ്ഥനെന്ന നിലയിൽ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി വർഷങ്ങളായി അതിന്റെ മഹത്തായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന രാജ്യമാണ് ഒമാൻ എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടുന്നത്. ഐക്യരാഷ്ട്രസഭ അംഗരാജ്യം കൂടിയായ ഒമാനെ നശിപ്പിക്കുന്ന ഭീഷണി ബലപ്രയോഗ ഭീഷണി നിരോധിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വത്തിന്റെ ലംഘനം മാത്രമല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിയമലംഘനവും ഭീഷണിപ്പെടുത്തലും സാധാരണ നിലയിലാകുന്നതിന്റെ അപകടകരമായ മറ്റൊരു അടയാളം കൂടിയാണെന്നും പ്രസ്താവന കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം കൈകാര്യം ചെയ്യാൻ ഇറാനുമായി കരാറിലേർപ്പെട്ടാൽ ഒമാൻ പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. ജനയുഗം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.